welcome my beautiful souls. So I'm really happy to be here with you. Today നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അടുത്ത 4 hours അതിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഹാപ്പിനെസ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അലേർട്ടായി ഇരിക്കേണ്ടത്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. സോ റീഡിങ്ങിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് അലേർട്ട്സ് വരികയാണെങ്കിൽ my beautiful souls, to be positive, to be frank with you, ഞാനത് നിങ്ങൾക്ക് അലേർട്ട് പറയുന്നതാണ്. വീഡിയോയിലേക്ക് പോകുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ റീഡിങ്ങിന് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾക്കത് റീസണേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടതിലും ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ താങ്ക് യു എന്ന് ഓരോ സമയം പറയുമ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് അതിനായിട്ട് യൂണിവേഴ്സ് ഓരോ നല്ല കാര്യങ്ങൾ മിറാക്കിൾസ് കൊണ്ടുതരുന്നതാണ്. ഇൻ കേസ് എൻ്റെ ഈ ഒരു റീഡിങ്ങിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു മാം എന്ന് കമന്റ് ചെയ്യുന്ന ടൈമിൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് ഒത്തിരി കാര്യങ്ങൾ താങ്ക് യു പറയാനായിട്ടുള്ള അവസരങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടാണ് നിങ്ങൾ ഇൻ കേസ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് കേൾക്കുന്നത് കാണുന്നത്, ആ ടൈമിൽ ഓഫ് കോഴ്സ് ഗൈസ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി മാത്രമേ നിങ്ങളുടെ ലൈഫിൽ വരികയുമുള്ളൂ. സോ stay away from negativities, also stay away from negative peoples. സോ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ എനർജിയുമായി കൂടുതൽ ടാപ്പ് ചെയ്തുകൊണ്ട് അക്യുറേറ്റും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തരാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് നിങ്ങൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തുകൊണ്ട് കാണുമ്പോൾ എനിക്ക് നിങ്ങളുമായി കൂടുതൽ നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് എൻ്റെ ഒരു റീഡിംഗ് യൂണിവേഴ്സ് എത്തിച്ചു തരുന്നത്. ആൻഡ് ദെൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, യു പീപ്പിൾ ആർ റിയലി അമേസിങ് ബിക്കോസ് നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആൻഡ് സ്പിരിച്വലി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ കാതിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നത്. നെഗറ്റീവ് പീപ്പിൾ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ കാതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ യൂണിവേഴ്സ് കൊണ്ട് എത്തിക്കത്തില്ല. സോ ട്രസ്റ്റ് യൂണിവേഴ്സ്. സോ ഇന്നത്തെ ടോപ്പിക് അടുത്ത 48 hours-നുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഹാപ്പിനെസ് എന്തൊക്കെ കാര്യങ്ങൾ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നു. ഗൈസ്, ഇറ്റ്സ് എ ജനറൽ റീഡിംഗ്, നോട്ട് എ പേഴ്സണൽ റീഡിംഗ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡീറ്റെയിൽസ് താഴെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. സോ ഈ ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ, കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ റീസണേറ്റ് ആവുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്തേക്കുക, അല്ലാത്തത് വിട്ടേക്കുക. സോ ഈ ഒരു റീഡിങ്ങിൽ ഞാൻ കരിയർ, ഹെൽത്ത്, ഫിനാൻസ്, റിലേഷൻഷിപ്പ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് പറയാൻ പോകുന്നത്. കോമൺ ആയിട്ട് അത് ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഡൗൺവേർഡിലാണ് വെച്ചിരിക്കുന്നത്. സോ വിത്ത് യുവർ പെർമിഷൻ, ആർ യു ഗൈസ് റെഡി വിത്ത് മീ? മുതലാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്, അന്നേരം തൊട്ടുള്ള 48 hours-ൽ നിങ്ങൾ ഈ റീഡിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ റീസണേറ്റ് ചെയ്യാവുന്നതാണ്. സോ വിത്ത് യുവർ പെർമിഷൻ, I'm asking to universe that all my beautiful angel and trustful universe, please give me the right message to beautiful souls who are watching my video. Oh my beautiful and trustful universe, please give me the right guidance message for the beautiful souls who is listening my video. Oh my beautiful angels, please give me the right message for the beautiful souls who are watching my video. സോ ഏഞ്ചലിൽ നിന്നുള്ള ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആണ് എടുക്കുന്നത്. സോ വിത്ത് യുവർ പെർമിഷൻ, ലെറ്റ്സ് സീ. Ten of Cups, what a positive beginning guys. Ace of Wands, 2 of Pentacles, 8 of Swords, and then 7 of Wands, Queen of Cups, wow, 6 of Pentacles, the Devil card is here. So some kind of alertness are here, I think. It's okay guys. Wheel of Fortune, wow, beautiful card. So bottom of the deck വന്നിരിക്കുന്നത്, let's see, 8 of Cups in the energy ആണ്. So യൂണിവേഴ്സ് നമുക്ക് ഇവിടെ തരുന്ന
കിട്ടുന്ന മെസ്സേജ് ഓർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ചില കൈൻഡ് ഓഫ് ഫെമിനിൻ എനർജി ഓർ നിങ്ങൾക്കത് മാസ്കുലിൻ എനർജി, കാരണം മാസ്കുലിൻ പവറുള്ള ആൾക്കാരും ഈ ഒരു റീഡിംഗ് കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിലൂടെ. സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അത് റീസണേറ്റ് ചെയ്യാവുന്നതാണ്. ലൈക്ക് മാരീഡായ കുറച്ചധികം പേരുടെ സിറ്റുവേഷൻസ് ആണ് ഫസ്റ്റ് തന്നെ എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൈക്ക് മക്കളെ പറ്റി ആലോചിച്ച് വറീഡ് ആവുന്ന ചില അമ്മമാർ, ബിക്കോസ് ക്യൂൻ ഓഫ് കപ്സ് എനർജി ഈസ് ഹിയർ. സോ ദാറ്റ് മക്കളെ കുറിച്ച് ആലോചിക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ അച്ഛൻ ആരും തന്നെ ആയിക്കോട്ടെ, പ്ലീസ് ബി റീസണേറ്റഡ് ഗൈസ്. സോ അവരുടെ കല്യാണം, അവരുടെ സ്റ്റഡീസ്, അവരുടെ ഫ്യൂച്ചർ എല്ലാം ഓർത്തുകൊണ്ട് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നാലോചിച്ചുകൊണ്ട് ഫിനാൻഷ്യലി ആൻഡ് മെന്റലി സ്റ്റക്കായി ഇരിക്കുന്ന കുറച്ചധികം പേരുടെ എനർജിയാണ് എനിക്കിവിടെ നിന്ന് യൂണിവേഴ്സ് ആദ്യം തന്നെ മനസ്സിലാക്കി തരുന്നത്. സോ അതുപോലെ തന്നെയാണ് പാസ്റ്റിലെ ചില കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് സ്റ്റക്കായി നിൽക്കുന്ന ചിലർ, ബിക്കോസ് 7 of Wands എനർജി ഈസ് ഹിയർ. സോ പാസ്റ്റിൽ എന്തൊക്കെയോ ചാലഞ്ചസ്, കോമ്പറ്റീഷൻ ഇതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഡിഫൻസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കുറച്ചധികം പേരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് കിട്ടുന്നു. ലൈക്ക് ഉണ്ടായിരുന്ന വരുമാനമൊക്കെ നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്ന കുറച്ചധികം പേർ, അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നുകൊണ്ട് നെഗറ്റീവ് തോട്ട്സും അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരു മുറിയിൽ അകപ്പെട്ടു പോയ അവസ്ഥയിൽ ട്രാപ്പായി പോയ കുറച്ചധികം ഫെമിനിൻ എനർജിയും എനിക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ലൈക്ക് മദർ ഇൻ ലോസ്, ഫാമിലി ഇൻ ലോസ് ഒക്കെ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് തന്നെ സ്റ്റക്കായി ഇരിക്കുന്ന കുറച്ചധികം ഫെമിനിൻ എനർജിയും എനിക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അസുഖങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്ന കുറച്ചധികം പേർ, മാനസികമായൊക്കെ തളർന്ന് ടയേർഡായി റെസ്റ്റ് എടുക്കേണ്ടി വരുന്നവരുടെ എനർജിയും ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ദ കാർഡ് സ്റ്റാർട്ടിംഗ് വിത്ത് 10 of Cups. സോ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ചധികം പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. ലൈക്ക് ഫുൾ ടൈം മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്തുകൊണ്ട് സ്വന്തം ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കാതെ മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയും പണി ചെയ്ത് സ്വന്തമായുള്ള കാര്യങ്ങൾ നോക്കാതെ തന്നെ കൂടെ തന്നെ അത് നമുക്ക് തിരിച്ചും പറയാം കേട്ടോ, സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഭർത്താക്കന്മാരാകാം. അത് നിങ്ങൾ റീസണേറ്റ് ചെയ്യുക. സോ അത്തരത്തിലുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ്, എസ്പെഷ്യലി ഞാൻ പറഞ്ഞ മാതിരി ഹൗസ് വൈഫ്സിൻ്റെ സിറ്റുവേഷൻ ആണ് ഞാൻ ഇവിടെ നിന്നും എനിക്ക് കാണാൻ സാധിക്കുന്നത്. സോ അങ്ങനെ ബ്ലൈൻഡായി നിൽക്കുന്ന ഒരവസ്ഥ, 8 of Swordsന്റെ എനർജിയാണ് എനിക്കിവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയും സോ അത്തരക്കാർക്ക് അതിന് ഏത് വർക്ക് ചെയ്യുന്നവരായാൽ പോലും അവർക്ക് യൂണിവേഴ്സ് ആയിട്ട് തരാൻ പോകുന്നത് ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ റെസ്റ്റ് ആണ് എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ബിക്കോസ് യു പീപ്പിൾ ഹാവ് ടു ടേക്ക് എ ബ്രേക്ക് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാനുള്ള സമയമായി. ഇൻ കേസ് നിങ്ങളെപ്പോലും ചിന്തിക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഒരു മൾട്ടി ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് തരികയും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ, ടൈം കൊടുക്കാൻ, വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങളിലേക്ക് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് യൂണിവേഴ്സ് തരുന്നു എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് നിങ്ങളിൽ ചിലർക്ക് 48 അവേഴ്സിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്നു. അതായത് അവരവരെ മനസ്സിലാക്കാതെ താഞ്ചത്ത് മീൻ പിടിക്കേണ്ട അവസ്ഥ, ആ ഒരു രീതിയിലുള്ളവർ സ്വന്തം ഹെൽത്ത് സിറ്റുവേഷനെ ഒന്നിനും പ്രയോറിറ്റീസ് ചെയ്യാതെ, വാല്യൂ കൊടുക്കാതെ ഫാമിലിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ, സോ ഫാമിലിയെ മാത്രം നോക്കിക്കാണുന്നവർ. 10 of Cups എനർജി ഈസ് ഹിയർ and also Queen of Cups energy is here. So അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഉറക്കമില്ല, പലതരം ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന ചിലർ, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരികയാണെന്നാണ്. മേ ബി അതൊരു സിവിയർ ഹെഡ് ഏക്ക് ആയിരിക്കാം, ബോഡി പെയിൻ, ഫീവർ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ബട്ട് ഗൈസ് യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. യൂണിവേഴ്സ് നിങ്ങൾക്കതൊരു നെഗറ്റിവിറ്റി അല്ല ലൈഫിലേക്ക് കൊണ്ടുതരാൻ പോകുന്നത്. ഇൻ കേസ് നിങ്ങൾ ആ ഒരു അസുഖം മാനിച്ച് റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ പ്ലീസ് ബി അലേർട്ട് അബൌട്ട് ഇറ്റ്. അത് ശരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്നത് എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ബോഡിക്ക് മെന്റലി ഫിസിക്കലി ഒക്കെ ഒരു റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്, അതുകൊണ്ടാണ്. സോ നോ വറീസ് അബൌട്ട് ഇറ്റ്. നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട ടൈമായി. ഈ ഒരു 48 hours നിങ്ങൾ അത് ചെയ്തില്ല എന്നാണെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്കത് തരികയാണ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ അത് ചില നഷ്ടങ്ങളിലായേക്കാം. ബിക്കോസ് ചിലവർക്ക് ചില നഷ്ടങ്ങൾ ഇവിടെ കാണുകയാണ് ഞാൻ. 7 of Wands energy is here. So that ഒരു ചാലഞ്ച് ഒക്കെ വരാൻ, ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് വരാനുള്ള ഒരു അവസ്ഥ സംഭവിക്കാൻ പോവുകയാണ്. ടു ബി ഫ്രാങ്ക് വിത്ത് യു, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് ഐ എം എ ജെനുവിൻ പേഴ്സൺ. സോ ദാറ്റ് ഞാൻ എന്നെ വിശ്വസിച്ച് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്, അലേർട്ട്, പോസിറ്റിവിറ്റി ഒക്കെ പറയണം എന്ന് തന്നെയാണ് എൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് നിങ്ങൾ വറീഡ് ആവണ്ട. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റീസണേറ്റ് ആവണം എന്നില്ല, പേഴ്സണൽ റീഡിംഗ് അല്ല. സോ ദാറ്റ് ചിലർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത എനിക്കിവിടെ നിന്നും മനസ്സിലാക്കുന്നു. ആരെങ്കിലുമായൊക്കെ വഴക്കിട്ട്, അതിന് ഫാമിലിയിൽ നിന്നാവാം, ഓഫീസിൽ നിന്നാവാം, എന്തുമായിക്കോട്ടെ, മെന്റലി ഡിപ്രസ്ഡ് ആയി വർക്ക് പ്ലേസ് ഇഷ്യൂസ് ഒക്കെ ഒരുപാട് തലയിലേറ്റിക്കൊണ്ടിരിക്കുന്നവരുടെ ഒരു തരം എനർജി എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. The devil card is here. So the devil card refers to ഒരു ടോക്സിസിറ്റി ആയിട്ടുള്ള കുറച്ചധികം പേരുടെ ഇടയിൽ ജീവിക്കുന്ന ചിലരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ദാറ്റ് ചിലപ്പോൾ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കാൻ, പുതിയൊരു തുടക്കം ലഭിക്കാൻ, ബിക്കോസ് ദ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് ഈസ് ഹിയർ. സോ പുതിയൊരു ബിഗിനിങ്, ഒരു ഗുഡ് ലക്ക്, ഒരു കർമ്മയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്, ടേണിംഗ് പോയിന്റിനായിട്ട്, ലൈഫിലോട്ട് ഒരു ബിഗ് ചേഞ്ച് വരാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി യൂണിവേഴ്സ് ആയിട്ട് നഷ്ടപ്പെടുത്തി തരുന്നത്. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യവും ഇല്ലെന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബട്ട് അതിൽ നിന്നുമൊക്കെ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ റെസ്റ്റ് എടുക്കത്തുള്ളൂ എന്നാണ് യൂണിവേഴ്സ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. സോ നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു 48 hours ഇതാണ് സംഭവിക്കുന്നതെന്ന് ചിലരുടെ ലൈഫിൽ എന്നാണ് നമുക്കിവിടെ നിന്ന് ഗൈഡൻസ് മെസ്സേജ് ആയി കിട്ടുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ നിങ്ങളെ ഈ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും ഡിവൈൻ അലേർട്ട് തരുന്ന ഒരു മെസ്സേജ് കൂടിയാണെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നാണ് യൂണിവേഴ്സ് എനിക്കായി കാട്ടി തരുന്നത്. ലൈക്ക് ഒരു ഡിവൈൻ അലേർട്ട്, 3 of Wands and 7 of Wands. സോ എനിക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ബ്യൂട്ടിഫുൾ സോൾസ്. ബിക്കോസ് ഇവിടെ നിങ്ങളെ ഈ ഒരു സംഭവിക്കാൻ പോകുന്ന ഡിവൈൻ അലേർട്ട് തരുന്നത് ശരിക്കും നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദൈവമാണ്. അതിനി ഏത് ദൈവവുമായിരിക്കട്ടെ, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാണെന്ന്. സോ യൂണിവേഴ്സ് അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം മനസ്സിലാക്കി തരാൻ പോവുകയാണ്. സോ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ചിലർ ജോലിയായിട്ട് ഇരിക്കുന്ന സാഹചര്യങ്ങളാണ് എനിക്കിവിടെ നിന്ന് കിട്ടുന്നത്. ബിക്കോസ് ദ റിപ്പീറ്റേഷൻ കാർഡ്സ് ആർ ഹിയർ ലൈക്ക് 7 of Wands and 3 of Wands. സോ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. അവരുടെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. യു ഗൈസ് പ്ലീസ് ടേക്ക് റെസ്റ്റ് അറ്റ് ദ മൂമെന്റ്. റെസ്റ്റ് എടുത്തേ മതിയാകുള്ളൂ. ഇതാണ് യൂണിവേഴ്സ് മെയിൻ ആയി തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് ടേക്ക് ആക്ഷൻ ഫോർ അതേഴ്സ്. ചിലർക്കൊക്കെ നെക്സ്റ്റ് 48 hours വേണ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നു എന്ന് കൂടിയും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലൈക്ക് എന്തോ ഒരു കാര്യം നിങ്ങളിൽ നഷ്ടമാകുന്നു. കിങ് ഓഫ് വോൺസ് എനർജി ഈസ് ഹിയർ. ചിലർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ജോലിയിൽ ഇരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചിലർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ലൈക്ക്
റിലേഷൻഷിപ്പ് ആയിരിക്കാം, മേ ബി ഫിനാൻഷ്യലി ആയിരിക്കാം. ചിലർക്ക് പറ്റിക്കപ്പെട്ടുകൊണ്ട് അന്ധകാരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയും വരാൻ പോവുകയാണ്. സോ ദാറ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ചിലർക്ക് കൂടെ നിൽക്കുന്ന ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അതിനി ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ ചില അസറ്റ്സ് കണ്ട് വരുന്നവരെ നിങ്ങൾ മുൻകരുതലോടെ മനസ്സിലാക്കുക. അതിനുള്ള സിറ്റുവേഷൻ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. സോ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നതുമാണ്. സോ ദ ഡെവിൾ കാർഡ് ഈസ് ഹിയർ. സോ ഗൈസ് പ്ലീസ് ബി അലേർട്ട്. നിങ്ങൾ സൂക്ഷിച്ചേ മതിയാകുകയുള്ളൂ. അതുപോലെ മറ്റു ചിലർക്ക് കിങ് ഓഫ് വോൺസ് എനർജി ഈസ് ഹിയർ. സോ ദ ജോലിയിൽ ഇരിക്കുന്ന ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഒരു ചേഞ്ച്, അവിടെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഫേസ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഈ ഒരു 48 hours സംഭവിക്കാൻ പോകുന്നതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് പ്രപ്പോസൽസ് ഇനി നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയാകാം. മേ ബി ചിലർക്ക് പണങ്ങൾ കൊടുത്തിട്ട് നഷ്ടമായി, കരുതിയ ക്യാഷ് ഒന്നും കിട്ടാതെ അങ്ങനെ നഷ്ടപ്പെടാം. ചിലർക്ക് എന്തെങ്കിലും ക്യാഷ് നഷ്ടപ്പെടാം. സോ ചിലർക്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് മേ ബി ആ ലോണ് സാങ്ഷൻ ആവാതെ കുറച്ചധികം ഡിലേ ആയിട്ട് വരാനുള്ള ഒരു ചാൻസും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മേ ബി ചിലർക്ക് അത് പേഴ്സൺ ആവാം, ലവ് റിലേഷൻഷിപ്പ് ആവാം, നഷ്ടപ്പെടാൻ പോകുന്നു എന്നും എനിക്ക് മനസ്സിലാവുന്നു. ബട്ട് ഗൈസ്, യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഈ നഷ്ടങ്ങളെല്ലാം മേ ബി നഷ്ടപ്പെട്ട് കഴിഞ്ഞവർക്കായാലും യൂണിവേഴ്സ് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് മിറാക്കിൾ ലൈഫിലേക്ക് ഒരു 48 hours കൊണ്ടുതരാൻ പോവുകയാണെന്നാണ് എനിക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലവർക്ക് പിരിഞ്ഞു പോയ ഹസ്ബൻഡ്, വൈഫ്, സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലർക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ എന്തുമായിക്കോട്ടെ, നിങ്ങൾക്കത് ഇപ്പോൾ റീസണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാവുകയാണ് ഇവിടെ നിന്നും. അടുത്തതായി എനിക്കിവിടെ നിന്ന് യൂണിവേഴ്സ് ഒരു അലേർട്ടായി തരുന്നത്, ചിലർക്ക് ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട് ഈ ഒരു 48 hours മേ ബി നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വ്യക്തികളാണ് ഇത് കാണുന്നെങ്കിൽ, ഹസ്ബൻഡ് ഓർ വൈഫ്, ടു ബി ഫ്രാങ്ക് വിത്ത് യു, ദിസ് ഇസ് നോട്ട് എ പേഴ്സണൽ റീഡിംഗ്, ഇറ്റ്സ് ജസ്റ്റ് എ കളക്റ്റീവ് റീഡിംഗ്. സോ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വറീഡ് ആവണ്ട. ചിലരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, ലവേഴ്സ്, ഇതിൽ നിന്നൊക്കെ ഒരു ചീറ്റിംഗ് ഞാൻ കാണുന്നു. ബട്ട് ആ ഒരു സർക്കംസ്റ്റാൻസസ് യൂണിവേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാക്കി തരുന്നുണ്ട് എന്നും ഈ ഒരു 48 hours മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാകുന്നു എന്നും എനിക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ നിങ്ങളൊന്ന് കരുതിയിരിക്കുക, നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കുക, സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. ചിലർക്ക് ബാങ്ക് ലോൺസ് ഒന്നും EMI ഒന്നും സമയത്തിന് അടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും എനിക്കിവിടെ നിന്ന് മനസ്സിലാകുന്നു. കഴിയാതെ വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു 48 hours ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് അലേർട്ട്സ്, കോൾസ് ഒക്കെ വരുന്നതായിട്ടും അത് നിങ്ങൾക്കൊരു സ്ട്രെസ് മെന്റലി ഉണ്ടാക്കുന്നതായിട്ടും എനിക്കിവിടെ നിന്ന് കാണുന്നു. ചിലർക്ക് ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണെന്നും എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. 6 of Swords എനർജി ഈസ് ഹിയർ. സോ ദാറ്റ് എന്തെല്ലാമോ ചിലർക്ക് അതിനായിട്ടുള്ള നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നീതി കിട്ടാൻ പോകുന്നു. ചിലപ്പോൾ അതൊരു ഫാമിലി റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ നിങ്ങൾക്കായി കൈകോർത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ട്രാൻസിഷൻ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു മൂവിങ് ഓൺ, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്നും ഫാമിലി ഓറിയന്റഡ് ആയി നിങ്ങൾക്ക് മാറിപ്പോകണം എന്നാണെങ്കിൽ അവിടെയും ഒരു ചേഞ്ച് വരുന്നു ഈ ഒരു 48 hours എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഒരു റിപ്പീറ്റേഷൻ ഡിവൈൻ അലേർട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ ചിലർക്കൊരു ചീറ്റിംഗ് എനർജി വരാൻ സാധ്യതയുണ്ട് ഈ ഒരു 48 hours. സോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് വർക്ക് പ്ലേസ്, ഫാമിലി, ഒരു പക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ തലയിൽ ചില കാര്യങ്ങൾ വന്നു വീഴാൻ പോവുകയാണ്. ബിക്കോസ് ചീറ്റിംഗ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ചീറ്റിങ്ങിൽ ചെന്ന് പെടാനും സാധ്യതയുണ്ട്. ബട്ട് അതിനു മുന്നേ നിങ്ങളെ യൂണിവേഴ്സ് അതിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് റൈറ്റ് ടൈം ആണ് ലിസൺ ചെയ്യാൻ പറ്റുന്നത്. സോ
സോ പ്ലീസ് ബി അലേർട്ട് ആൻഡ് കണ്ണിങ് ആവുക. ആര് ചിരിച്ചു കാട്ടിയാലും അവരെയൊന്നും ഗൈസ് വിശ്വസിക്കാതെ ഇരിക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവും. സോ ആ ഒരു ഇൻഡ്യൂഷനോട് ചോദിച്ചു നോക്കുക, ഇഫ് ദ പേഴ്സൺ ഈസ് റൈറ്റ് ഫോർ മീ, ഗുഡ് ഫോർ മീ എന്ന് നിങ്ങൾ പലവട്ടം നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്കുക. ചിലർക്ക് ഫിനാൻഷ്യൽ സ്റ്റക്കായി ഇരിക്കുന്നവർക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് കിട്ടാൻ പോവുകയാണ്. ചിലപ്പോൾ വീട് പണി അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വേണ്ടി നിങ്ങൾ ആരോടെങ്കിലും ക്യാഷിന് വേണ്ടി ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് 48 hours മിറാക്കിൾ സംഭവിക്കുന്നു. അവരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് കോൾ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. അത് ചിലപ്പോൾ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കുമെന്നും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചിലർക്ക് എ കൈൻഡ് ഓഫ് വിസ അപ്രൂവൽ, വീടിന് സ്ഥലം വാങ്ങൽ, വസ്തു കച്ചവടം, അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ചധികം പേരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു 48 hours ചിലർ തറക്കല്ലിടാനും ചിലർക്ക് ബിസിനസ് നടക്കാനും ഒക്കെ പോകുന്നു. ബിസിനസ് നടത്താൻ വേണ്ടി ഇരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ലേഡീസിനെയാണ് ഞാൻ ഇവിടെ കാണുന്നത്, അതും സക്സസ് ആയി നിങ്ങളിലേക്ക് വരാൻ പോവുക എന്നാണ് യൂണിവേഴ്സ് എനിക്ക് മനസ്സിലാക്കി തരുന്നത്. അടുത്ത് വിവാഹ ആലോചനകൾ കാത്തിരിക്കുന്ന ചിലരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ അവർക്ക് കറക്റ്റ് ബന്ധങ്ങൾ വരാനും നിശ്ചയമോ അല്ലെങ്കിൽ തന്നെ മാരേജ് നടക്കാനും പോകുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഡിവൈൻ കണക്റ്റഡ് ആൾക്കാർ തന്നെയാണെന്നാണ് എനിക്ക് ഇവിടെ നിന്നും മേജർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ്. വാവ്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇവർക്ക് ബിസിനസ് ഒക്കെ ഡള്ളായി പകച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ നിന്ന് കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ, ഡള്ളായിരുന്ന ബിസിനസ് ഒക്കെ ഡ്രാസ്റ്റിക് ഗ്രോത്ത് വന്നുകൊണ്ട് ഫിനാൻഷ്യലി ഇൻകം സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണെന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ഈ യൂട്യൂബ് പോലുള്ള ചാനൽസ് തുടങ്ങി മോണിറ്റൈസേഷൻ വ്യൂസിനൊക്കെ കാത്തിരിക്കുന്ന ചിലരുടെ എനർജി എനിക്കിവിടെ നിന്ന് കിട്ടുന്നു. സോ ഗൈസ്, ഈ ഒരു 48 hours നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓർ സം കൈൻഡ് ഓഫ് മീഡിയാസ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന മീഡിയാസ്, അതിലൊക്കെ നിങ്ങൾക്കൊരു ഫാസ്റ്റ് ഗ്രോത്ത് വരാൻ പോവുകയാണ്. നിങ്ങളുടെ കർമ്മ ലൈഫ് സൈക്കിൾസ് ഒക്കെ മാറ്റി വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിലൊക്കെ ഒരു ചേഞ്ച് വരുന്നു. സോ നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തോളൂ എന്നാണ് യൂണിവേഴ്സ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. മറ്റു ചിലർക്ക് മേ ബി അതൊരു സ്റ്റോക്ക് മാർക്കറ്റിംഗ്, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഇൻകം അതിൽ നിന്നും ഡെഫിനറ്റ് ആയിട്ട് അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു 48 hours അൺഎക്സ്പെക്റ്റഡ് ഏർണിംഗ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ, ചോയ്സ് ഒക്കെ ഇരട്ടിയായി നിങ്ങളുടെ ലൈഫിലേക്ക് 48 hours സംഭവിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് എനിക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജിയും ഏസ് ഓഫ് വോൺസിന്റെ എനർജിയും തമ്മിൽ കോമ്പൈൻ ചെയ്യുമ്പോൾ എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കാൻ പോകുന്നു. ഓൾറെഡി തുടങ്ങിയ ബിസിനസ് ലേഡീസിന്റെ എനർജിയാണ് കൂടുതൽ കിട്ടുന്നത്. സോ നല്ലൊരു ഗ്രോത്ത് അതിൽ നിന്നും നിങ്ങൾക്ക് വരികയാണ്. മേ ബി ബോട്ടിക് ബിസിനസ്, പിക്കിൾസ് ബിസിനസ്, ഈവൻ എന്തുമായിക്കോട്ടെ, നിങ്ങളിലേക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ഗ്രോത്ത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഈ ഒരു 48 hours ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നാണ് യൂണിവേഴ്സ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. നിങ്ങളുടെ സമയം മാറാൻ പോവുകയാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ മൾട്ടി ടാസ്കിംഗ് ജോലി ചെയ്യുന്നവരുടെ എനർജിയാണ് ഇന്നേ ദിവസം ഈ റീഡിങ്ങിലൂടെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഹെൽത്തിനെ പറ്റി ചിന്തിക്കാതെ പണിയെടുക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ആ ഒരു പെയ്ഡ് ഓഫ് സംഭവിക്കാൻ പോവുകയാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ അബൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷേ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 48 hours സംഭവിക്കാൻ പോവുകയാണ്. സോ wow, it's a fantastic guidance message from our powerful universe. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു ലക്കി ടൈം ആണ്
ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എനിക്കിവിടെ നിന്നും യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത്. ചിലർക്ക് പാസ്റ്റിൽ ദുഃഖം താങ്ങി നടന്നവർക്ക് അവരുടെ ലൈഫിലേക്ക് പുതിയ തുടക്കങ്ങൾ വരുന്നു. അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ് സംഭവിക്കാൻ പോകുന്നു. ഹാപ്പിനെസ്, അബൻഡൻസ് ഒക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ചിലർ ന്യൂ വണ്ടിയൊക്കെ വാങ്ങിക്കാനിരിക്കുന്നവരുടെ എനർജി എനിക്കിവിടെ നിന്ന് കിട്ടുന്നു. അതിനുള്ള ഭാഗ്യം, അതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ വരികയാണ്. അതുപോലെ തന്നെ വീട്, സ്ഥലം, ചിലർ ജ്വല്ലറി, ഓർണമെന്റ്സ് ഒക്കെ വാങ്ങാനിരിക്കുന്നു എന്നും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ ചിലർക്ക് നെക്സ്റ്റ് 48 അവേഴ്സിനുള്ളിൽ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. വീട് അല്ലെങ്കിൽ പാല് കാച്ച് നടത്താനും തറക്കല്ലിടാനും ഒരു ന്യൂ ബിഗിനിങ്ങിനും മേ ബി അത് ചിലർക്ക് ഒരു വീട് വാങ്ങിക്കാനോ വസ്തു വാങ്ങിക്കാനോ ഉള്ള അഡ്വാൻസ് കൊടുക്കാനുള്ള ഭാഗ്യം സംഭവിക്കുന്നതായിട്ടും എനിക്കിവിടെ നിന്ന് കാണുന്നു. ഒരു ഷിഫ്റ്റ്, ചിലരിൽ ഒരു ഷിഫ്റ്റ് കാണുകയാണ്. ചിലപ്പോൾ ഇരുന്ന വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഇല്ല. ചില സ്ഥലമാറ്റങ്ങൾ, ചിലപ്പോൾ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ സ്റ്റക്കായി കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന, പ്രമോഷൻ കിട്ടുമോ അല്ലെങ്കിൽ എന്റെ ജോലി സ്ഥിരമാക്കുമോ, ടെമ്പററി ജോലിയിൽ തുടരുന്ന ആൾക്കാർ പെർമനൻസി കിട്ടുമോ എന്ന് കൺഫ്യൂസ്ഡ് ആയി ചിന്തിക്കുന്ന അവർക്കും പ്രമോഷൻ കിട്ടാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ നിന്നും യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ എടുത്ത വർക്ക്, എത്ര പ്രയാസങ്ങൾ വന്നാലും നിങ്ങൾ ഓരോരുത്തരും ചിലർ കംപ്ലീറ്റ് ചെയ്ത് മാത്രമേ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകൂ എന്ന് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. അത്രയ്ക്കും ജെനുവിൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളാണ് ഈ റീഡിംഗ് കാണുന്നതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. സോ അങ്ങനെ ഒരു എനർജിയും എനിക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അവർക്ക് പ്രമോഷൻ, അവരുടെ ആ ഒരു സിൻസിയാരിറ്റിക്ക് യൂണിവേഴ്സ് പ്രമോഷൻ ഇല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റ് ഒക്കെ കൂട്ടിക്കൊണ്ട് അങ്ങനെ ഒരു മിറാക്കിൾ അവരുടെ ലൈഫിലേക്ക് ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ കൂടെ നിങ്ങളെ നയിക്കുന്ന ഒരു ശക്തി ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും കൊണ്ടെത്തിക്കാൻ പോകുകയാണെന്നാണ് യൂണിവേഴ്സ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. ലവ് റിലേഷൻഷിപ്പും എനിക്കിവിടെ നിന്ന് യൂണിവേഴ്സ് മനസ്സിലാക്കി തരുന്നുണ്ട്. പറയുവാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയോ ചിലർ ലവിൽ കുടുങ്ങി ആ ഒരു വ്യക്തിയെ തന്നെ വിവാഹം നടക്കണമോ, റിംഗ് എക്സ്ചേഞ്ച് ചെയ്യണമോ, ഇനി ആ വ്യക്തി പെണ്ണു കാണാനൊക്കെ വരുമോ എന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ചില എനർജിയും എനിക്കിവിടെ നിന്ന് കാണുന്നുണ്ട്. അത്തരക്കാർക്കും യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി, നിങ്ങളുടെ സോൾമേറ്റ്, നിങ്ങൾക്കൊരു പോസിറ്റീവ് കോണ്ടാക്ട് ലഭിക്കുന്നതാണ്. അവരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് റിപ്ലൈ, നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പോസിറ്റീവ് റിപ്ലൈ സംഭവിക്കാൻ പോവുകയാണെന്ന് എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്നു. ചിലർക്ക് അതൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആവാമെന്നും അതൊരു തടസ്സമായി വരാമെന്നും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നു. ബട്ട് ഗൈസ്, യു ഡോണ്ട് വറി, നിങ്ങൾ ആഗ്രഹിച്ച ആളെ തന്നെ നിങ്ങൾക്ക് സോൾമേറ്റ് ആയി ലൈഫിൽ കിട്ടുന്നതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെ ആയിരിക്കാം. ആ വ്യക്തിയിൽ നിന്നും ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതാണ്. ബട്ട് സ്ട്രോങ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിന്റെ അടിയിൽ കമന്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നു എന്ന്. ചിലർക്ക് മാരേജ് ഫ്ലോപ്പായി ഇരിക്കുന്ന അവസ്ഥയും കാണുന്നു. മാരേജ് ഫ്ലോപ്പായവരുടെ എനർജിയും എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരും വിഷമിക്കേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കൊരു ന്യൂ പാർട്ട്ണർ, നിങ്ങളെ മനസ്സിലാക്കുന്ന ടോക്സിക് അല്ലാത്തൊരു റിലേഷൻഷിപ്പ് വരുന്നതായിട്ടും ഞാൻ കാണുന്നു. എസ്പെഷ്യലി ഡൈവോഴ്സ്ഡ് ആയ വ്യക്തികൾക്ക് നിങ്ങളിലേക്കൊരു ലൈഫ് പാർട്ട്ണർ കിട്ടാൻ പോവുകയാണ്. റിയൽ ആയവരായിരിക്കും അത്. സോ വെയിറ്റ് ഫോർ ഹിം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിന്ന് മനസ്സിലാക്കി തരുന്നത്. ചിലർക്ക് നേഴ്സിംഗ് ജോബ്, അങ്ങനത്തെ ഒരു പ്രൊഫഷൻ കിട്ടാൻ, ടീച്ചറായിട്ട്, ബാങ്കിൽ ക്ലർക്കായിട്ട്, ഈവൻ ഡോക്ടർ, അഡ്വക്കേറ്റ്സ്, മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള തരത്തിലുള്ള കൈൻഡ് ഓഫ് പ്രൊഫഷൻസ് നിങ്ങൾക്ക് ജോബ് ലഭിക്കാൻ പോകുന്നു എന്നും ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്നു. സോ ഡിവൈൻലി ആൻഡ് സ്പിരിച്വലി കണക്റ്റഡ് വ്യക്തികൾ തന്നെയാണ് ഗൈസ് നിങ്ങൾ ഓരോരുത്തരും. ഇറ്റ്സ് റിയലി ഫെന്റാസ്റ്റിക് തിങ്, യു നോ. ചിലർക്ക് ഹസ്ബൻഡ് വൈഫ് പരസ്പരം സീക്രട്ട് തുറന്ന് പറയുന്നില്ല.
ഹസ്ബൻഡ് നേരെ സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വൈഫ് എന്തൊക്കെയോ ഒളിക്കുന്നു, അങ്ങനെ വേദനിച്ചിരിക്കുന്നവരുടെ ഒരു എനർജിയും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നു. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ചില മാരീഡ് പേഴ്സൺ. ബട്ട് ടു ബി ഫ്രാങ്ക്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നിങ്ങൾ വിഷമിക്കരുത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾ വറീഡ് ആവേണ്ടതില്ല. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് റീസണേറ്റ് എനിക്ക് ആക്കി തരാൻ പറ്റത്തുള്ളൂ. സോ കോമൺ റീഡിംഗ് ആയതുകൊണ്ട് ചിലരുടെ എനർജിയാണ് ഞാൻ ഈ പറയുന്നത്. സോ നിങ്ങൾ കോൺഷ്യസ് ആവരുത്. ദാറ്റ് മീൻസ് മറ്റൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അവർക്ക് ഉണ്ടെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. മേ ബി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സ് മനസ്സിലാക്കി തന്നും കാണും ഈ ഒരു സമയത്ത് തന്നെ. സോ പ്ലീസ് ബി റീസണേറ്റ്. ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ യൂണിവേഴ്സ് ആക്കി മാറ്റുന്നതായിരിക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതുമാണെന്ന് എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്നു. അവർ റിയൽ അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ വേണ്ടാത്തവരുടെ പിന്നാലെ നിങ്ങൾ പോവാതിരിക്കുക. ആലോചിച്ച് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ തന്നെയാണ് നിങ്ങളുടെ സൊല്യൂഷൻ ഉണ്ടായിരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് എനിക്കിവിടെ മനസ്സിലാക്കി തരുന്നത്. സോ നമ്മൾക്ക് കുറച്ച് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഏഞ്ചൽ കാർഡും കൂടെ നോക്കാം. So are you guys ready with me for giving message from our powerful and beautiful angels? So let's start. Oh my beautiful angel, please give me the right clarification message for the beautiful souls who are listening my reading. Oh my beautiful angel, please give me the right message for the beautiful soul who are watching my video. സോ ഫസ്റ്റ് തന്നെ എനിക്ക് ഏഞ്ചലായിട്ട് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ മെസ്സേജ് തന്നിട്ടുണ്ട്. സോ ഐ എം റിയലി എക്സൈറ്റഡ്. ബോട്ട് ഈസ് ദി 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഏഞ്ചൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങളിൽ ചിലർക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു സസ്റ്റൈനബിൾ റിസൾട്ടിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് 2 കാർഡ്സും കൂടെ എടുക്കാം. Four of Swords and the 9 of Cups. സോ നമുക്ക് ഏഞ്ചലിൽ നിന്ന് കിട്ടുന്ന ക്ലാരിഫിക്കേഷൻ മെസ്സേജ് എന്ന് പറയുന്നത്, ചിലർ എന്തൊക്കെയോ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബട്ട് ഡോണ്ട് ഡു ദാറ്റ് ഗൈസ്. വെളുത്തിരിക്കുന്നതൊന്നും പാലല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാതിരിക്കുക. ഡോണ്ട് ബിലീവ് അതേഴ്സ് ആൻഡ് തിങ്ക് ട്വൈസ് ബിഫോർ യു ആക്ട് എന്നാണ് ഏഞ്ചലിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ബട്ട് എന്നിരുന്നാൽ പോലും നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 48 hours ചിലർക്ക് അവരുടെ ഡ്രീം കം ട്രൂ, വിഷ് കം ട്രൂ, ആ ഒരു സക്സസ് ആണ് വരാൻ പോകുന്നത്. അവർ ഇമോഷണലി സ്റ്റേബിൾ ആവുന്നു. അവരുടെ ലൈഫിൽ ലക്ഷറി വരുന്നു. സോ ഏഞ്ചലിനോടും യൂണിവേഴ്സിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽ, താങ്ക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കുഞ്ഞു കാര്യങ്ങൾക്ക് നിങ്ങൾ താങ്ക്സ് പറഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ ഒരു കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം ലൈഫിലോട്ട് പോസിറ്റീവായി തന്നെ മാറും. മേ ബി നിങ്ങൾ ഈ ഒരു റീഡിംഗ് പോലും പോസിറ്റീവാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റീസ് വരുന്നതാണ്. അതിന് നെഗറ്റീവ് രീതിയിലൂടെ നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റിവിറ്റി തന്നെ ഗൈസ് വരുന്നതാണ്. സോ ട്രസ്റ്റ് യൂണിവേഴ്സ്. ചില ആൾക്കാർക്ക് ന്യൂ ജോബ് വരുന്നു. ഈ ഒരു 48 hours നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടാൻ സംഭവിക്കാൻ പോവുകയാണ്. ചിലർക്ക് ഇൻഡ്യൂഷൻസ്, നിങ്ങളുടെ ഇൻഡ്യൂഷനിലൂടെ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി തരാൻ പോകുന്നു എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ വേണ്ട കാര്യം യൂണിവേഴ്സ് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക. സക്സസ് വരികയാണ് നിങ്ങളിലേക്ക്, ഹാപ്പിനെസ് വരികയാണ്. ഈസി ആയിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലൂടെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് സക്സസ് കൊണ്ടു തരികയാണ്. സോ ഗൈസ്, ദിസ് ഈസ് ആൻ ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ട്രീറ്റ് ചെയ്യുന്നതാണ്. ഫാമിലിയുമായുള്ള ഒരു ഗെറ്റ് ടുഗദർ, എൻജോയ്മെന്റ്, സെലിബ്രേഷൻ ഒക്കെ ഇവിടെ നിന്ന് ഞാൻ കാണുന്നു. ചിലർക്ക് ലോങ് ടേം റിലേഷൻഷിപ്സ് ഒക്കെ വരാൻ പോവുകയാണ്. അത് റിയൽ ലവ് ആണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. വെൽത്ത്, അബൻഡൻസ് വരുന്നു.
സോ ഗാർഡിയൻ ഏഞ്ചലിനെ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങൾ ചിന്തിക്കുക, ഹെൽത്ത് ഈസ് വെൽത്ത്. സോ ഹെൽത്തിനെ ശ്രദ്ധിക്കുക, റെസ്റ്റ് എടുക്കുക. Four of Swords energy is here, so please be alert. Rest എടുക്കുക, റിലാക്സ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റിന്യൂവൽ, അബൻഡൻസ്, വിഷ് കം ട്രൂ ഒക്കെ വരാൻ പോവുകയാണ്. സോ മറക്കണ്ട, ഹെൽത്ത് ഈസ് വെൽത്ത്. സോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമന്റ് യുവർ സിറ്റുവേഷൻ വെരി പോസിറ്റീവ്ലി ഗൈസ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അബൻഡൻസ് കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവരിൽ നല്ലത് വരുന്നതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്കും നല്ലത് വരുന്നതാണ്. സോ മറ്റൊരു റീഡിങ്ങിലൂടെ കാണും വരെ ലവ് യു, ടേക്ക് കെയർ, ബൈ ബൈ.